കെപിസിസി ഡിജിറ്റൽ മീഡിയ സെൽ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ പി വി ജെയിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊച്ചി കോമ്പാറയിലെ ഓഫീസിനുള്ളിലാണ് ജെയിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡിജിറ്റൽ മീഡിയ നേതൃത്വത്തിലുള്ള ചിലർ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ജെയിൻ കെപിസിസി പ്രസിഡന്റിന് നേരത്തെ പരാതി നൽകിയിരുന്നു. അതേസമയം ജെയിനിന്റെ മൃതദേഹത്തിന് സമീപത്തുനിന്ന് 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതായി എറണാകുളം സെൻട്രൽ പോലീസ് സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച രാത്രിയിലാണ് കോൺഗ്രസ് വൈറ്റൽ ബ്ലോക്ക് സെക്രട്ടറിയും കെപിസിസി ഡിജിറ്റൽ മീഡിയ സെൽ എറണാകുളം ജില്ലാ കോർഡിനേറ്ററുമായ പി വി ജെയിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോമ്പാറയിലുള്ള ഓഫീസിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഭാര്യയ്ക്കും മക്കൾക്കുമായി എഴുതിയ 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതിനാൽ പോകുന്നു എന്ന ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. പ്രശ്നങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ DCC ഓഫീസിനെ സമീപിച്ചാൽ മതിയെന്ന് മക്കളോട് പറയുന്നതായും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ആത്മഹത്യയിലേക്ക് നയിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഉൾപ്പെടെ വിശദമായ അന്വേഷണം നടത്തുമെന്ന് സെൻട്രൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ അറിയിച്ചു. കഴിഞ്ഞ മാസമായിരുന്നു ഡിജിറ്റൽ മീഡിയ സെൽ ജില്ലാ കോർഡിനേറ്ററായ പി വി ജെയിൻ DMC നേതൃത്വത്തിനെതിരെ കെപിസിസി പ്രസിഡന്റിന് പരാതി നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേതൃത്വത്തെ പിന്തുണച്ച് പോസ്റ്റ് ഇടുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ചിലർ പറഞ്ഞതായും ഇത് കേൾക്കാതെ താൻ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ തന്നെ അഡ്മിൻ പാനലിൽ നിന്ന് നീക്കം ചെയ്തുവെന്നും ജെയിൻ്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. ഇവർ വ്യാജ അക്കൗണ്ടുകളിലൂടെ കോൺഗ്രസ് നേതൃത്വത്തെ അധിക്ഷേപിക്കുന്നതായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിച്ചാൽ 10 നേതാക്കളെങ്കിലും വീട്ടിലിരിക്കുമെന്ന് പറഞ്ഞതായും ജെയിൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തന്നെ പോലെയുള്ള ജില്ലാ ചുമതലക്കാരെ വെച്ചിരിക്കുന്നത് കെപിസിസി നേതൃത്വമാണ്. ആ നേതൃത്വം അറിയാതെ ഇവരെപ്പോലെ ഒരു ഗ്രൂപ്പ് അവരുടെ താൽപ്പര്യങ്ങൾ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതി ശരിയല്ലെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പി വി ജെയിൻ കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫിന് അയച്ച പരാതിയിൽ പറഞ്ഞിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.